പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിശാച് തൽക്ഷണം അവനെ വിട്ടുപോയി. ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇതിനെ പുറത്താക്കാൻ കഴിയാതിരുന്നത്? കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ. കുടുംബം തകർച്ചയിലാണോ? കുടുംബം ഇങ്ങനെ ബന്ധനങ്ങളിലാണോ? മക്കളും പ്രിയപ്പെട്ടവരും ഇങ്ങനെ തിന്മകളുടെ ബന്ധനങ്ങളിൽ പെട്ട് കിടക്കുവാണോ? നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ്. കുറ്റപ്പെടുത്തുന്നത് നമ്മളെ ഓരോരുത്തരെയും തന്നെയാണ്, അച്ഛനല്ല, വചനമാണ്. നിങ്ങളുടെ അവിശ്വാസം കൊണ്ട്, നിങ്ങളുടെ വിശ്വാസക്കുറവ് കൊണ്ട്. വചനം പറയുന്നുണ്ട് ഒന്നാമത്തെ വായനയിൽ, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നതിന് കാരണമുണ്ടെന്നേ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നത്, നിങ്ങൾ നടാത്ത മുന്തിരിത്തോട്ടങ്ങളിൽ നിന്ന് ഭക്ഷിക്കാൻ നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയത് ഈ കർത്താവാണ്. എത്രമാത്രം ഇങ്ങനെ പരിപാലിച്ചു കൊണ്ട് നടന്ന ദൈവമാണെന്ന് നിങ്ങൾ മറന്നുപോയത് കൊണ്ടാണ് പിന്നീട് ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ അവനിൽ ആശ്രയിക്കാത്തത്, അവനിൽ വിശ്വസിച്ച് ഈ പ്രശ്നത്തെ നേരിടാത്തതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. 18-ാമത്തെ സങ്കീർത്തനമാണ് പ്രതിവചന സങ്കീർത്തനമായിട്ട് നമ്മളിന്ന് വായിക്കുന്നത്. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എൻ്റെ ശക്തിയുടെയൊക്കെ പുറകിൽ ഈ കർത്താവാണ് നിൽക്കണേന്നേ. ഇത്രയും നാൾ ഈ ബലത്തോടുകൂടെ മുന്നോട്ട് പോകാനായിട്ടുള്ള എൻ്റെ ശക്തി എൻ്റെ കർത്താവായിരുന്നു. എന്നിട്ട് ഇപ്പോൾ പിന്നീടൊരു പ്രശ്നം വരുമ്പോൾ അതേ കർത്താവിൽ ഇങ്ങനെ പരിപൂർണമായി വിശ്വസിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയും നല്ലൊരു വീട് പണിയാനായിട്ട് സഹായിച്ച കർത്താവിന് ഈ വീടിൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ മാറ്റിത്തരാനായിട്ടുള്ള കരുത്ത് തരാൻ പറ്റില്ലെന്നാണോ വിചാരിക്കണേ? ലക്ഷക്കണക്കിന് മനുഷ്യർ കുഞ്ഞുങ്ങളില്ലാതെ വാവിട്ട് നിലവിളിക്കുന്ന ഈ ഭൂമിയിൽ ഒരു കുഞ്ഞിൻ്റെ പുടിപ്പ് നിങ്ങളുടെ ഉദരത്തിൽ തരാൻ പറ്റിയ കർത്താവിന് ആ കുഞ്ഞിനെ നേർവഴിക്ക് നടത്താനായിട്ടുള്ള തെളിച്ചം തരാൻ പറ്റില്ലെന്നാണോ വിചാരിക്കണേ? കർത്താവെ, മറന്നുപോയതാണ് ഞങ്ങൾ. വചനം വളരെ മനോഹരമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ട്. വലിയൊരു ചാകര ശിഷ്യന്മാർക്ക് കിട്ടുന്നത്. വല കീറാറാവുവോളം അവരുടെ വലയിൽ മീൻ നിറഞ്ഞു എന്നാണ് പറയണേ. അത് കണ്ടിട്ട് കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ വിളിച്ചു പറയുന്ന ഡയലോഗാണ് നമ്മളുടെ ചിന്താവിഷയം. അത് കർത്താവാണ് എൻ്റെ ഈ സമൃദ്ധിയുടെ പിറകിൽ, എൻ്റെ ജീവിതം ഇതുവരെ കൊണ്ടുവന്നതിൻ്റെ പിറകിൽ, എൻ്റെ ഈ ജീവിതം ഇപ്പോൾ ആയിരിക്കുന്ന ഈ സ്റ്റാറ്റസിലായിരിക്കുന്നതിൻ്റെ പിറകിൽ, സ്വസ്ഥതയും സമാധാനവും എൻ്റെ കുടുംബത്തിൽ നിറഞ്ഞു നിന്നതിൻ്റെ പിറകിൽ എൻ്റെ കർത്താവാണ്. എന്നിട്ട് കുഞ്ഞുങ്ങളിപ്പോൾ തെറ്റിപ്പോകുമ്പോൾ, ആ സമാധാനത്തിന് കുറവ് വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അസുഖം വരുമ്പോൾ, എൻ്റെ ആശുപത്രിയിൽ പോയി കിടന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി പോകേണ്ടി വന്നതുകൊണ്ട് എൻ്റെ ബാങ്ക് ബാലൻസ് കുറയുമ്പോൾ, എൻ്റെ ജീവിതം ഇതുവരെ ഞാൻ ആഗ്രഹിച്ചതുപോലെ പോയിട്ട് പെട്ടെന്നൊരു നിമിഷം കൊണ്ട് എൻ്റെ പദ്ധതികൾ തകിടം മറിയുമ്പോൾ, ഞാൻ എന്തിനാ പേടിക്കണേ? ഇതിൻ്റെയൊക്കെ ഇത്രയും കാലം ഇതിൻ്റെയൊക്കെ പിന്നിൽ നിന്നത് എൻ്റെ കർത്താവാണെങ്കിൽ, നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിക്കിരട്ടിയായി ജോബിൻ്റെ ജീവിതത്തിൽ എന്നതുപോലെ തിരിച്ചു തരാൻ കർത്താവിന് കഴിയില്ലെന്ന് വിചാരിച്ചു പോയത് കൊണ്ടല്ലേ? നിരന്തരം ഇങ്ങനെ ആവർത്തിക്കേണ്ട ഒരു വചനമാണ് ഈ 18-ാമത്തെ സങ്കീർത്തനം. കർത്താവ്, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. നമ്മുടെ ഭർത്താവിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ഭാര്യയുടെ കാര്യപ്രാപ്തി കൊണ്ടല്ല, എൻ്റെ മക്കളുടെ തന്ന ഒരു സന്തോഷം കൊണ്ടല്ല ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കണേ. ഇതെല്ലാം കർത്താവായിരുന്നു. കർത്താവ് തന്നെ ആയിരിക്കണം എപ്പോഴും. അവന് പകരം ആരെയൊക്കെയോ റീപ്ലേസ് ചെയ്തപ്പോഴാണ് ഈ പ്രശ്നമൊക്കെ വന്നേക്കണേ. നിങ്ങൾ മറന്നുപോയത് കൊണ്ടാണെന്ന് വചനം ഓർമ്മ. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കണം. ബാക്കിയുള്ളവർക്കൊക്കെ അതിന് ശേഷമുള്ളത് മതി. കഴിഞ്ഞ ദിവസം പള്ളിയിലില്ലാതിരുന്ന സമയത്ത് ഒരു അച്ഛൻ വന്നു. അവിടെ വചനം പ്രഘോഷിച്ചെന്ന് പറഞ്ഞ് ആളുകൾ പറയുന്നുണ്ട്. ആ അച്ഛൻ പറഞ്ഞ ഒരു വാക്കിങ്ങനെ ഉള്ളിൽ തറച്ചു. കർത്താവിന് നിങ്ങളുടെ ഉച്ഛിഷ്ടം വേണ്ട. കർത്താവിന് നിങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്ന സമയം വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്ന സ്നേഹം വേണ്ട. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തിൽ. കാരണം എൻ്റെ ശക്തിയുടെ ഉറവിടം, എൻ്റെ ജീവിതം ഇങ്ങനെ നിലനിൽക്കുന്നതിൻ്റെ കാരണം എൻ്റെ
കർത്താവാണ്. ആ കർത്താവിങ്കിലേക്ക് ജീവിതം ഒന്ന് സമർപ്പിക്കും. മുഴുവനായിട്ട് എൻ്റെ കർത്താവിങ്കിലേക്ക് ജീവിതം സമർപ്പിച്ച് എൻ്റെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് എൻ്റെ പ്രയാസങ്ങൾ സമർപ്പിച്ച് ഒന്ന് വിശ്വസിക്കുക കർത്താവിലെ. എല്ലാം നടത്തിത്തരുന്ന, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിക്കുന്നവനായ കർത്താവിങ്കിലേക്ക് എൻ്റെ ജീവിതം സമർപ്പിക്കാൻ പറ്റിയാൽ. മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ നിരന്തരം ധ്യാനിക്കുന്ന വചനഭാഗം ഉണ്ടല്ലോ, 8:18. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ഈ പ്രപഞ്ചത്തെ തന്നെയും അങ്കുലീചലനം കൊണ്ട് നിയന്ത്രിക്കാനും തറപറ്റിക്കാനും കഴിവുള്ള സർവശക്തനായ ദൈവത്തിങ്കലാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയില്ലാതെ പോകുന്നത് കൊണ്ട്, സ്വന്തം കഴിവുകൊണ്ട് പിശാചിനെ പുറത്താക്കാൻ പോയിട്ട് എന്താ നടന്നതെന്നുള്ളത് നമ്മൾ കാണണേ. നിങ്ങൾക്ക് വിശ്വാസമില്ലാതെ പോയല്ലോ. ഈ പിശാചിൻ്റെ മേലുള്ള കർത്താവിൻ്റെ അധികാരത്തെക്കുറിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും പറയുന്നതിൽ ക്ഷമിക്കണം. ചില ധ്യാന ഗുരുക്കളടക്കം പിശാചിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ ഉള്ളിൽ ഈ സാത്താനെ കുറിച്ചുള്ള ഭയം നിറച്ചു വിടാനായിട്ടല്ല നമ്മളുടെ നിയോഗം. നേരെ മറിച്ച് അവനെയും നിയന്ത്രിക്കാൻ കഴിവുള്ള, അവനെ ഒരൊറ്റ വാക്കുകൊണ്ട് നിശബ്ദനാക്കാനും പുറത്തേക്ക് കളയാനും കഴിവുള്ള സർവശക്തനായ കർത്താവിങ്കൽ വിശ്വസിച്ചുകൊണ്ട് ഈ തിന്മയോട് കൽപ്പിക്ക്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് അവൻ പോകുന്നത് കാണാൻ പറ്റും. എൻ്റെ കർത്താവുള്ളിടത്തോളം കാലം എന്നെ പ്രയാസപ്പെടുത്താനോ തളർത്തിക്കളയാനോ ഈ ലോകത്തിൽ ഒന്നുമില്ലെന്നേ വചനം പറയണത്. അതാ, എന്നെ ശക്തിപ്പെടുത്തുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും, എല്ലാം ചെയ്യാൻ സാധിക്കും. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് നടക്കുക. ഒറ്റ നിമിഷം കൊണ്ട് തളർന്നു കിടന്നിരുന്ന മുടന്തൻ ചാടി എഴുന്നേറ്റ് മാൻപേടയെപ്പോലെ കുതിക്കുന്നതിൻ്റെ കാരണം അവരുടെ പറഞ്ഞ നാമത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഏതു തിന്മയിൽ നിന്നും, ഏത് ബന്ധനങ്ങളിൽ നിന്നും, ഏത് പ്രയാസങ്ങളിൽ നിന്നും ഇങ്ങനെ അതിജീവിക്കാനും മോചനം നേടാനും എനിക്ക് ഈ കർത്താവിൻ്റെ കൂട്ടുമതി. അവനിലുള്ള ഒരൊറ്റ വിശ്വാസം മതി. കർത്താവെ, നിന്നെ ഒന്ന് വിശ്വസിച്ചു തുടങ്ങാൻ ഞങ്ങൾ ഇനി എന്നാണ് ഞങ്ങളുടെ മുഴുവൻ മനസ്സും അർപ്പിച്ചു തുടങ്ങുക. നീ ദൈവമാണെന്ന്, നീ കർത്താവാണെന്ന്, നീ മാത്രമാണ് ദൈവമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഈശോയെ, നിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ മുട്ടുകൾ മടക്കുന്നു. പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭയം നിറഞ്ഞ രാത്രികളും ഉറക്കമില്ലാത്ത രാവുകളും ഇനി എനിക്കൊരിക്കലും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം വചനം പറയുന്നുണ്ട്, നിന്റെ പരിപാലകൻ ഉറങ്ങുകയില്ല, അവൻ മയങ്ങുകയില്ല. ഒന്ന് വിശ്വസിക്കുക. രാത്രി സ്വസ്ഥമായിട്ടുള്ള ഉറക്കം കിട്ടും. ജീവിതം ഇങ്ങനെ സമാധാനത്തോടെ മുന്നോട്ട് പോകും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.